UDF അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന 5 ഗ്യാരണ്ടികളെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഇതിൻ്റെ ചുവടുപിടിച്ചായിരുന്നു ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിൻ്റെ നേതൃത്വത്തിൽ ഇന്ദിരാ ഗ്യാരണ്ടി പരീക്ഷണ സൗജന്യ ബസ് യാത്ര സംഘടിപ്പിച്ചത്. ചിറയൻകീഴ് മുതൽ കോരാണി വരെ സ്വകാര്യ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഇന്ദിരാ ഗ്യാരണ്ടി വനിതകൾക്കായി കയറ്റത്തില്ല, ഇത് വനിതകൾക്കാണ്. ഇന്ദിരാ ഗ്യാരണ്ടി ഓക്കെ ചേച്ചി, പിന്തുണ ഉണ്ടാവണം കേട്ടോ. ഇന്ദിരാ ഗ്യാരണ്ടിയാണ്, കൂടെ ഉണ്ടാകണം. നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ദൈനംദിനമായ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്യാരണ്ടികളാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ പുതുയുഗ യാത്രയുടെ സമാപനത്തിന് വന്നപ്പോൾ പ്രഖ്യാപിച്ചത്. വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ആളിന് വിധവാ പെൻഷൻ കൂടി വാങ്ങാൻ പറ്റുമായിരുന്നു. ഇന്ന് വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ ആ പദ്ധതികളൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് പറയുകയാണ്. അപ്പം 3000 രൂപയുടെ പെൻഷനാക്കി ഉയർത്തുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിക്കൊപ്പം കൂടെ ഉണ്ടാകണേ, ഇന്ദിരാ ഗ്യാരണ്ടിക്കൊപ്പം കൂടെ ഉണ്ടാകണേ ഏട്ടാ. ഞാൻ ഉൾപ്പെടെ പട്ടികജാതി വിഭാഗത്തിൽ ഒരു ഏറ്റവും താഴെ തട്ടിൽ ജനിച്ചു വളർന്ന എന്നെപ്പോലെയൊക്കെ ഒരാൾക്ക് ജനറൽ സീറ്റിലാണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചത്. അത് കഴിഞ്ഞ് പാർലമെന്റ് സീറ്റിലേക്ക് ഒരവസരം നൽകുമ്പോൾ പാർട്ടി നമ്മളെ അത്രയധികം കരുതലോടുകൂടി സ്നേഹത്തോടു കൂടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സമൂഹത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ കമ്മിറ്റിയിൽ ഞാൻ അംഗമാണ്. എൻ്റെ പാർട്ടി എനിക്ക് തന്നിരിക്കുന്ന ഒരു അംഗീകാരമാണ്. പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ്. ചിറയൻകീഴിലാണ് എങ്കിൽ അത് കൈപ്പത്തി അടയാളത്തിൽ നൽകണം. ബാലറ്റിൽ 3ാമതാണ്. യാത്ര പൂർത്തിയായതോടെ ഇലക്ഷൻ സ്ക്വാഡ് സ്ഥലത്തെത്തി. സൗജന്യ ബസ് യാത്ര തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് കാട്ടി LDF പരാതി നൽകിയതിനെ തുടർന്നായിരുന്നു ഇലക്ഷൻ സ്ക്വാഡിന്റെ ഇടപെടൽ.